എന്ത് ചേട്ടാ? ഒന്നുമില്ല. ഒരു മിനിറ്റ്. ഞാനിങ്ങോട്ട് വരാൻ റെഡിയാവുമായിരുന്നു. ആണോ? സോളമൻ സാർ എന്തേ? ചേട്ടൻ ഡ്യൂട്ടിക്ക് പോയി. ഞാനിപ്പോ ഒറ്റയ്ക്കാ. അത് നന്നായി. ഈ ബാത്റൂമൊക്കെ ഇവിടെ എവിടെയാ? ബെഡ്റൂമിലാണ് ബാത്റൂം. ബെഡ്റൂം അതിനെന്താ, അതോട്ട് വരൂ, വാ. അങ്ങോട്ടേക്കാ. ഇന്നെന്താ ഡ്യൂട്ടി ഇല്ലേ? ഇന്നലെ നിന്റെ അപ്പന് സീരിയസ് ആന്ന് പറഞ്ഞിട്ട് എസ് ഐ ലീവ് തന്നില്ല. ഇന്ന് നിന്റെ അപ്പനോട് കൊന്നു. ആരെയത്? അതെ. അയ്യോ, എനിക്കറിയില്ല. ചിലപ്പോൾ കള്ളപ്പണി കാണിക്കും. എനിക്കറിയില്ല. സത്യോട് ഞാൻ ചവിട്ടി പൊളിക്കൂട്ടാ. സൂസി, കല്യാണത്തിനോണ്ടല്ലേ അത്ര പെണ്ണല്ലേ കരയില്ലേടാ നീ ഇവിടെ പോകുന്നല്ലേടാ കല്യാണത്തിനോടെ വേഗം ആവട്ടെ അപ്പിട്ടെ. ചേട്ടാ എവിടുത്താന്നാ തോന്നണത്? കണ്ടുപോരുത് ഇവിടെ വിട്ടോ. പറമ്പിൽ നിന്ന് കിട്ടിയാണ്. വരുന്നവരെ പോരും. ഞാനത് കഴിച്ചിട്ട് അങ്ങനെ തോന്നേ. ഇപ്പൊ തന്നെ ഇത് ഇങ്ങോട്ട് മാറ്റിയിടാം. ഇപ്പൊ ശരിയായില്ലേ? അവിടെ വിളിക്കുന്നത് പിന്നെ ഫോട്ടോസ് എടുക്കുമ്പോൾ സാരി ഒന്നുകൂടെ ഒന്ന് കുത്തി. ഹലോ കിരൺ, അതെ എൻ്റെ ഈ സാരി ഒന്ന് താഴെ. ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. ഓക്കെ ശരി. ചേച്ചി ഒന്ന് മാറിക്കേ. അതെ, പുരുഷനങ്കളുടെ വൈഫല്ലേ? അങ്കിളിനറിയോ? ആ പിന്നെ, അങ്കിള് നല്ല സ്മാർട്ട് അല്ലേ? അങ്കിൾ ഇന്നലെ ഫേസ്ബുക്കിൽ ലൈവ് ഒക്കെ വന്നിരുന്നല്ലോ, ആന്റി കണ്ടില്ലേ? ഇല്ല. കാണിക്കാലോ ഞാന്. ദാ നോക്കിക്കേ. ഇനി നമ്മൾ കലവറിലേക്ക് അടക്കുകയാണ്. ഇവിടെ ധാരാളം സ്ത്രീകളുണ്ട്. പക്ഷേ കണ്ടുകിട്ടി കല്യാണ വീട്ടിൽ സുന്ദരക്കുട്ടിയെ കണ്ടുകിട്ടി. സൂസി, എന്റെ പേരെന്താ മനസ്സിലായി? നേരത്തെ മനസ്സിലായി. ഇതാണ് സൂസി. ഇപ്പോഴാ ഇത് ആദ്യമൊക്കെ മാറി ഒരു കമ്മായത്. കൈക്ക് എന്നാ പറ്റിയേട്ടാ?
ഓ കല്യാണമൊക്കെ അല്ലേടാ ഒരു രസത്തിന് കല്ലിനടിച്ച് ചതച്ചതാ. ഓക്കെയാണ്, കുഴപ്പമില്ല. വേണ്ടപ്പോ പറഞ്ഞ മതി. എപ്പോഴും സാധനം റെഡിയാണ് കേട്ടോ. ഞാനും റെഡിയാ മോനെ. കുറച്ചുകൂടെ കറക്റ്റാണ് കറക്റ്റാണ്. ആ മതി. ചേട്ടാ ഓ ഇത് അവിടെ ഫോട്ടോ എടുക്കാൻ വിളിക്കുന്നു, വേഗം വന്നേ. ആണോ? എന്റെ പൊന്നോ, അങ്ങനെ മാറി ചേട്ടാ ചേർന്ന് ചേർന്ന്. വീഡിയോ മോനെ പെട്ടെന്ന് എടുക്കണടാ, അവിടെ ചെന്നിട്ട് കുറച്ച് ജോലിയുള്ള. ജോലിയോ കണ്ടുപിടിക്കുന്നു. അടുത്ത ഭാവി ഓട്ടെ മോനെ. പ്രാവശ്യം കൊടുത്തു. ചേച്ചി ഒന്ന് മാറിക്കേ, കുറെ നേരം വേഷം ഇയാളെന്തിക്ക. സ്റ്റെല്ല ബ്യൂട്ടീഷ്യൻ കോഴ്സ് എവിടെ പഠിച്ചേ? അറിഞ്ഞിട്ട് എന്തിനാ? എനിക്കൊന്നും ഒരുങ്ങാൻ. ഷൈമോനെ കേറിയിരിക്ക്. ചേട്ടാ വാ, എല്ലാരും റെഡിയായി. നീ ഒന്ന് ചുമ്മാരി. ഇന്നലെ ഉണ്ടാക്കിയ പുകില് നീ കണ്ടില്ലല്ലോ. എന്തേലും കാണിക്കട്ടെ. ഇങ്ങനെയുണ്ട് ഒരു രാജ്യസ്നേഹം അല്ലേ? വാട്ടാ മോനെ, വാടാ. ചേട്ടാ വാ, ഇവിടെ നിൽക്ക. ഇവിടെ നിൽക്ക. അതെ, വേറെ ആരെങ്കിലും വിളിച്ച് നിർത്തിയാൽ മതി. കുറെ എണ്ണം ഉണ്ടല്ലോ. എന്ത് ചേട്ടാ? എടി അമ്മാരുടെ വീട്ടിൽ നിന്ന് എല്ലാവരും വന്നല്ലേ? ആ പോന്നല്ലോ. ചേട്ടൻ പോയില്ലേ? എന്നിട്ട് അഞ്ചിട്ട് മാമ, ചെറുക്കനും പാർട്ടി എത്തി. അത്യാവശ്യമായിട്ട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. സ്വീകരിക്കാനെന്ന് പറഞ്ഞു. എടാ സാലി, എല്ലാം റെഡിയല്ലേ? പയ്യെ ഇപ്പൊ ഇറങ്ങും. ഇപ്പൊ ഇറങ്ങുന്ന ചെറുക്കനെ ഇറങ്ങാത്ത ഇവനീ സ്വീകരണം പോലെ ഞാനും എമ്പാരും കൂടെ വേണം. ഇവനൊക്കെ എവിടുത്തെ ദുബായിക്കാരൻ. എടാ പയ്യനോട് ഇറങ്ങാൻ പറ. ബൈക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പോരെ? എടാ ഒന്ന് വേഗം ഇറങ്ങാൻ പറ. ചേട്ടാ റെഡിയാ, ഇറങ്ങിക്കോ. ചേട്ടാ ഗ്ലാസ് ഒന്ന് കേട്ടാവോ? ചേട്ടാ ഗ്ലാസ് എന്താ ചേട്ടാ? എന്തിനാ ഇറങ്ങാത്തെ? ചേട്ടൻ തന്നെ എന്ന് പറഞ്ഞാൽ മതി. അവനാണ് ഒടുക്കത്തെ ജാടയാ. ആ ചില്ല് പോലും ഒന്നും തുറന്നില്ല. എത്ര നേരായി വെയിറ്റ് ചെയ്യുന്നു. ഇവനൊക്കെ എന്ത് ഇറങ്ങിയാലും മാങ്ങാത്തൊലി. ടാ ഇത് കറക്കം നോക്കോളാം. എന്റെ വട്ടം വന്ന് ചാടിയേക്കരുത്, മനസ്സിലായല്ലോ? ശാന്തി, ഇതിന് മുഹൂർത്തമൊക്കെ ഉണ്ടോ? അല്ല അറിയാൻ പയ്യനോട് ഇറങ്ങാൻ പറ. മുഹൂർത്താവാറായി. ശാന്തി ചീത്ത വിളിക്കും. സന്ദീപിനോട് ഒന്ന് ഇറങ്ങിക്കോളാൻ പറ. ഇവിടെ എല്ലാം റെഡിയാ. എന്താണ് മോനെ വേഗം ഇറങ്ങും, സമയമായി. എന്റെ അച്ഛ, ഞാൻ വീട്ടിൽ വെച്ചാൽ പറഞ്ഞാണ് ധൃതി വെക്കരുതെന്ന്. അല്ല അവര് അച്ഛ കല്യാണം ഒറ്റ പ്രാവശ്യം. അതെയല്ലേ? നല്ല കാശ് മുടക്കി ഫോട്ടോഗ്രാഫർ ചങ്ങനായി എന്നെ നന്നായിട്ട് എടുക്കാൻ വേണ്ട. അറിയോ, സനിച്ചേട്ടൻ സിംഗപ്പൂർ നേരിട്ട് ഇങ്ങോട്ടാ വരുന്നത്. പുള്ളി കല്യാണത്തിന് വരാൻ സമ്മതിച്ചാൽ നമ്മുടെ ഭാഗ്യം. പുള്ളി വന്നിട്ടേ ഞാൻ ഇറങ്ങുള്ളൂ. അച്ഛൻ പൊയ്ക്കോ. എന്നാ ശരി മോനെ. സെൽഫി എടു. മോളൊന്ന് മാറിക്കേ ഒന്ന്. അതെ, ഒരു ഫോട്ടോഗ്രാഫർ വരാനുണ്ട്, ഇപ്പൊ വരും. സന്തോഷവനായിരിക്കും. ചേട്ടനെ മറ്റേ പുള്ളി തല്ലിയല്ലേ?
പക്ഷെ കുഞ്ഞപ്പൻ അറിയത്തില്ല എന്നാത്തിനാണ്. എന്തായാലും കിട്ടി വരണം അന്തസ്സായിട്ട്. പിന്നെയും പുള്ളി ചേട്ടനെ നോക്കി നടക്കുന്നുണ്ട്. ചേട്ടനെ ഈ സാധനം അടിച്ചുകൊണ്ട് ഇതിൻ്റെ അകത്തിരുന്നോ. ആര് വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് തുറക്കണ്ട. ഇനി നീ വിളിച്ച തുറക്കില്ല പിന്നെ.